സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഒരുപാട് സമരങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും നമ്മൾ അതിവ്യത്യസ്തമായ ഒരു സമരവുമായിട്ടൊരു നായക നടൻ തന്നെ മലയാള സിനിമയുടെ ഏറ്റവും പ്രമുഖനായ നടൻ ശക്തനായ നടൻ ഭീമൻ രഘു തന്നെയുണ്ട്. ചേട്ടാ, എന്താണ് ഇങ്ങനൊരു സമരമുറയായിട്ട് ഇന്ന് വ്യത്യസ്തമായൊരു വേഷത്തിലെത്താനുള്ള കാരണം? അല്ല, വ്യത്യസ്തമായ വേഷമല്ല. ഞാൻ എൻ്റെ പടത്തിനകത്ത് ഞാൻ ഉപയോഗിച്ചിരുന്ന കനകരാജൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിൻ്റെ വേഷം ഇതല്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നീതി അല്ലെങ്കിൽ അതിനകത്ത് ബോർഡ് വെച്ചിട്ടുണ്ട്, പാവപ്പെട്ടവർക്ക് നീതി ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് നീതി ഉറപ്പാക്കാൻ വേണ്ടി ഇവിടെ വന്ന് അദ്ദേഹത്തിനെ ഒന്ന് കണ്ട് സംസാരിക്കാൻ ഒരു വകുപ്പ് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി കൂടി വന്നതാണെന്ന് വേണേൽ പറയാം. പക്ഷേ എൻ്റെ ഉദ്ദേശം അതല്ല. എൻ്റെ ഉദ്ദേശം അത് തന്നെയാണ് ഉദ്ദേശമെങ്കിൽ കൂടി എൻ്റെ പടത്തിൻ്റെ ഒരു പ്രൊമോഷനും കൂടിയാണ്. ഈ പടത്തിൽ അങ്ങനെ ഒരു കഥാപാത്രം, പാവപ്പെട്ടവനായിട്ടുള്ളൊരു കഥാപാത്രമാണ് ചെയ്തിരിക്കുന്നത്. ഒരു സംസാരിക്കാൻ കഴിവില്ലാത്തൊരു കുട്ടി, ഒരു പാവപ്പെട്ട ഭാര്യ, ഒരു കനകരാജ്, ഇവർ മൂന്ന് പേരിൽ കൂടെ ജീവിക്കുന്ന ഒരു ജീവിതമാണ്. ആ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളും ദുഃഖങ്ങളും മാത്രമുള്ള ജീവിതം. അത് പടം കാണുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഓരോ ദിവസങ്ങളും നീറി ജീവിക്കുന്ന കനകരാജ്, അതായത് എൻ്റെ കഥാപാത്രം. സാധാരണ പോലീസ് വേഷങ്ങളോ അല്ലെങ്കിൽ വില്ലൻ വേഷമോ ഒക്കെ കണ്ട് ശീലിച്ച രഘുചേട്ടനിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ഈ പിച്ചാത്തിരാകുന്ന ഒരാൾ അങ്ങനെ കാണുമ്പോൾ വളരെ വ്യത്യസ്തത തോന്നും. അതാണ് ഞാൻ പറഞ്ഞത്. ആ ഒരു വ്യത്യസ്തത ജനങ്ങളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ജനങ്ങളിലേക്ക് ഇറങ്ങാൻ വേണ്ടിയുള്ള ഇതുകൊണ്ടാണ് ഞാനിന്ന് ഇവിടെ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ വന്നത്. വേറെ ആവശ്യമാണ്. പക്ഷേ വന്നപ്പോൾ തന്നെ ആളിനെ കണ്ടപ്പോൾ ഞാനും വിഷ്ണുവും കൂടെ തീരുമാനിച്ചു നമുക്ക് ഇറങ്ങി തരണമെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഇറങ്ങാം. ഡ്രസ്സ് അപ്പോൾ തന്നെ വണ്ടിക്കത്തിരുന്ന് മാറി എടുത്തിട്ട് ഉടണം. പുറത്തു നിന്നുള്ള ഒരാൾ കാണുമ്പോൾ എന്തോ നീതി നിഷേധത്തിന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു എന്ത് പറ്റി, ഇപ്പോൾ ഇതായോ, സിനിമയൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇതായോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇതായിട്ടില്ല, നിങ്ങളെല്ലാവരും കൂടെ വിചാരിച്ചാൽ ഇതല്ലാതാക്കാനും നിങ്ങളെ കൊണ്ട് പറ്റും. അപ്പോൾ എന്താണെന്ന് ചോദിച്ചോ, ഇന്നതാണ് കാര്യം. പടത്തിൻ്റെ പ്രൊമോഷനാണ് ഇത് ചെയ്യുന്നത്. പക്ഷേ വിശേഷം എന്ന് പറയുമ്പോൾ എന്നത്തേനാണ് റിലീസ്? സിനിമയുടെ വിശേഷം എന്ന് പറയുന്നത് ഈ മാസം 17-ാം തീയതി, മാർച്ച് 17-നാണ് റിലീസ് വെച്ചിരിക്കുന്നത്. മൊത്തം 30-35 തിയേറ്റർ റിലീസുണ്ട്. അതൊരു നല്ല രീതിയിലുള്ള ഒരു പടമാണെന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. കാരണം അതുകൊണ്ടാണ് എനിക്കിത് തോന്നാൻ, ഈ ജനങ്ങളുമായിട്ട് ഇങ്ങനെ ഇറങ്ങണമെന്ന് തോന്നാൻ കാരണം, ഒരു ഇൻഡസ്ട്രിക്കകത്തും ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു മെയിൻ ക്യാരക്ടർ ചെയ്യുന്ന ഒരാൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി അവരുമായിട്ട് നമ്മളാരാണ് അല്ലെ ഞങ്ങളാരാണ് അല്ലേ ഒരു കോണ്ടാക്ട് ചെയ്ത് സംസാരിക്കുകയോ അല്ലെങ്കിൽ അത് മറ്റ് ഒരുപാട് ആൾക്കാരിൽ അത് കാണുന്നുണ്ട്. സാധാരണക്കാരൻ്റെ ഒരു കഥ ഇതിൽ കൂടെ ജനങ്ങളിലോട്ട് എത്തിക്കാനുള്ള ഒരു ശ്രമം. പോലീസ് ഡ്യൂട്ടി നിന്നിട്ടുള്ള ആൾ, SI CA ഒക്കെ ആയിട്ടിരുന്ന ആൾ ഇവിടെ സെക്രട്ടേറിയറ്റ് ഡ്യൂട്ടിക്ക് നിന്നിട്ടുണ്ട്. ഇവിടെ ഞാൻ ഇവിടെ ട്രിവാൻഡ്രം എയർപോർട്ടിലായിരുന്നു ഡ്യൂട്ടി. ഇവിടെ കണ്ടപ്പോൾ ഒത്തിരി പേര് വരുന്നു, സെൽഫി എടുക്കുന്നു. അല്ല, അതൊരു വ്യത്യസ്തത എനിക്ക് തോന്നില്ല. അല്ല, അത് ജനങ്ങളുടെ അതെ ജനങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം സൂചിപ്പിക്കാൻ കൂടിയെങ്കിലും അങ്ങനെ പ്രതിഷേധമായിട്ട് തോന്നുന്നുണ്ട്. പാവപ്പെട്ടവൻ്റെ ഒരു വേദന അറിയിക്കുക എന്നുള്ളത് അവരുടെ ജീവിതത്തിൻ്റെ ഒരു കഥയാണ്. കാരണം ഇതും തൂക്കിക്കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഒരു ദിവസം കിട്ടുന്ന തുച്ഛമായ സംഖ്യയാണ്. ആ തുച്ഛമായ സംഖ്യ കൊണ്ട് ഒരു കുടുംബം എങ്ങനെ പോറ്റും, ആ കുടുംബം എങ്ങനെ കൊണ്ടുപോകും, അത് ഞാൻ കുറേ പഠിച്ചതിന് ശേഷമാണ് ഞാനിതിലേക്ക് ഇറങ്ങി വന്നത്. വലിയ ട്രെയിനിങ് ആയിരുന്നു. 1 മാസത്തോളം ഇത് വാങ്ങിച്ച് പഠിക്കുകയായിരുന്നു വീട്ടിൽ നിന്ന്. അതിനുശേഷം ഇറങ്ങി. അല്ല, വലിയ പാടാണ്. സപ്പോർട്ട് വരേണ്ടത് ജനങ്ങളാണ്. അതേപോലെ നിങ്ങളെ മീഡിയാസ് തന്നെയാണ് ഇതിനെ വലുതാക്കി തന്നെങ്കിൽ ജനങ്ങളുടെ ഇടയിലേക്ക് അങ്ങനെ ഒരു ഇത് കൊടുത്തെങ്കിൽ മാത്രമേ അവരത് കാണുമ്പോൾ ഇതൊന്ന് കാണാൻ കൊള്ളാമല്ലോ. ഇയാൾ കത്തിൻ്റെ ആയിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് മുമ്പിൽ എന്ത് ചെയ്യാണ്, അപ്പോൾ ഇതിനകത്ത് എന്തോ ഉണ്ടല്ലോ എന്ന് തോന്നും. 17-ാം തീയതിയാണ് ഈ 17-ാം തീയതി. ആ